വെൽക്കം ടു NRI Well. ഇന്ത്യക്കെതിരായ വിവാദ ആരോപണങ്ങൾ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് തിരിച്ചടിയായോ? രാഷ്ട്രീയ പ്രതിസന്ധിയും ആരോപണങ്ങളും ട്രൂഡോയുടെ പതനത്തിലേക്ക് നയിച്ചു. ഇന്ത്യൻ വംശജ കാനഡയുടെ പ്രധാനമന്ത്രിയാകുമെന്ന സൂചന. വളരെക്കാലം നീണ്ടുനിന്ന രാഷ്ട്രീയ പ്രതിസന്ധികൾക്കും ആരോപണങ്ങൾക്കും ശേഷം കനേഡിയൻ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും ലിബറൽ പാർട്ടി നേതൃസ്ഥാനത്ത് നിന്നും ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചിരിക്കുകയാണ്. പാർട്ടി ഒരു പുതിയ നേതാവിനെ തിരഞ്ഞെടുത്താലുടൻ ഓഫീസ് വിടുമെന്നാണ് ട്രൂഡോ അറിയിച്ചിരിക്കുന്നത്. തുടർച്ചയായുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് ട്രൂഡോയുടെ രാജിയിലേക്ക് നയിച്ചത്. ഇന്ത്യക്കെതിരായ ട്രൂഡോയുടെ വിവാദ ആരോപണങ്ങളാണ് അദ്ദേഹത്തിന്റെ പതനത്തിന് പിന്നിലെ ഒരു പ്രധാന കാരണം. ഖലിസ്ഥാൻ തീവ്രവാദി ഹർദീപ് സിംഗ് നിജറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇത്. ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജർ കാനഡയിൽ വെച്ച് കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യൻ സർക്കാരിന് പങ്കുണ്ടെന്ന് ആരോപിച്ച് 2023 സെപ്റ്റംബറിലാണ് ട്രൂഡോ ഇന്ത്യക്കെതിരെ ആദ്യമായി രംഗത്തെത്തിയത്. ഗുരുതരമായ ഈ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് ട്രൂഡോയുടെ തകർച്ച തുടങ്ങിയത്. കനേഡിയൻ മണ്ണിൽ ഇന്ത്യ ചില ക്രിമിനൽ പ്രവർത്തനങ്ങൾ സ്പോൺസർ ചെയ്യുന്നുണ്ടെന്ന് ട്രൂഡോ അവകാശപ്പെട്ടു. ഇതിനെതിരെ ഇന്ത്യ ശക്തമായ നിലപാടെടുത്തിരുന്നു. ഈ ആരോപണങ്ങൾക്ക് പിന്നാലെ ഇന്ത്യ കാനഡ ബന്ധത്തിൽ വലിയ വിള്ളൽ വീണു. ട്രൂഡോയുടെ അവകാശവാദങ്ങൾക്ക് പിന്നാലെ ഇന്ത്യ 6 കനേഡിയൻ നയതന്ത്രജ്ഞരെ പുറത്താക്കുകയും ഒട്ടാവയിലെ തങ്ങളുടെ സ്ഥാനപതിയെ തിരിച്ചു വിളിക്കുകയും ചെയ്തിരുന്നു. ട്രൂഡോയുടെ പതനത്തിന് പിന്നിലെ മറ്റൊരു പ്രധാന കാരണം കാനഡയിലെ വർദ്ധിച്ചുവരുന്ന ഖലിസ്ഥാൻ അനുകൂല പ്രവർത്തനങ്ങളും വികാരങ്ങളുമാണ്. ടൊറന്റോയിലെ ഒരു ഹിന്ദു ക്ഷേത്രത്തിന് നേരെ നിരവധി ആക്രമണങ്ങൾ നടന്നിരുന്നു. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സംഘർഷങ്ങൾ വേഗത്തിലാക്കി. ഖലിസ്ഥാനി സിഖ് വോട്ടുകൾ ലഭിക്കുന്നതിനും യഥാർത്ഥ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുമുള്ള ശ്രമവുമാണ് ഇന്ത്യക്കെതിരായ ആരോപണങ്ങളെന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിമർശകർ പറയുന്നു. ഇന്ത്യൻ വംശജ അനിത ആനന്ദിന്റെ പേരാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികൾ സജീവമായി കേൾക്കുന്നത്. നിലവിൽ കാനഡയുടെ ഗതാഗത മന്ത്രിയും അഭിഭാഷകയുമാണ് അനിത. ലിബറൽ പാർട്ടിയിലെ പ്രധാന വ്യക്തികളിൽ ഒരാളായാണ് അനിത അറിയപ്പെടുന്നത്. കാനഡയെ ആരു നയിക്കുമെന്ന ചൂടേറിയ ചർച്ചകളാകും വരും ദിനങ്ങളിൽ കാണാനാകുക. US ജോലി ചെയ്യുന്ന വിദേശികളായ പ്രൊഫഷണലുകൾക്ക് സ്വദേശത്തേക്ക് മടങ്ങാതെ തന്നെ H-1B വിസ പുതുക്കാം. കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത് ഇന്ത്യക്കാർക്ക്. US ജോലി ചെയ്യുന്ന വിദേശികളായ പ്രൊഫഷണലുകൾക്ക് US വിടാതെ തന്നെ അവരുടെ H-1B വിസകൾ പുതുക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് US. ഒരു വർഷം മുമ്പ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ പ്രക്രിയ പരീക്ഷിക്കുന്നതിനായി ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആരംഭിച്ചിരുന്നു. ഇത് വിജയകരമായതോടെയാണ് തീരുമാനം. ഇനി മുതൽ H-1B വിസകൾ പുതുക്കുന്നതിന് അപേക്ഷകൻ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങേണ്ടി വരില്ല. ഇന്ത്യക്കാർക്കാണ് ഇതിന്റെ പ്രയോജനം കൂടുതൽ ലഭിക്കുന്നത്. ഈ വിസ പ്രോഗ്രാമിന് കീഴിലുള്ള പ്രൊഫഷണലുകൾ ഉയർത്തിയ ദീർഘകാല ആശങ്കയായിരുന്നു ഇത്. വിസയുമായി ബന്ധപ്പെട്ട പുതിയ നടപടികൾ ഈ വർഷം ആരംഭിക്കുമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ഔദ്യോഗികമായി ആരംഭിക്കുന്ന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. H-1B വിസയെക്കുറിച്ചും അമേരിക്കൻ പൗരന്മാർക്ക് തൊഴിൽ വിപണിയിലെ സ്വാധീനത്തെക്കുറിച്ചും തീവ്രമായ ചർച്ചകൾ നടക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു വിസ പുതുക്കൽ നടപടി എന്നതും ഒരു പ്രത്യേകതയാണ്. ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മെഡിസിൻ, ഫിനാൻസ് തുടങ്ങിയ മേഖലകളിൽ വിദേശ തൊഴിലാളികളുടെ പ്രവേശനം സുഗമമാക്കുന്ന H-1B വിസ പ്രോഗ്രാം US രാഷ്ട്രീയത്തിൽ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. വിദേശ തൊഴിലാളികൾ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ളവർ ജോലിക്കായി US പൗരന്മാരുമായി മത്സരിക്കുന്നുണ്ടെന്ന് വിമർശകർ വാദിക്കുന്നു. ആഗോളതലത്തിൽ H-1B വിസ ഉടമകളുടെ പട്ടികയിൽ ഇന്ത്യ 1ാം സ്ഥാനത്താണ്. അവരിൽ ഭൂരിഭാഗവും ടെക് വ്യവസായത്തിലും മെഡിക്കൽ ഗവേഷണ മേഖലയിലും പ്രവർത്തിക്കുന്നവരാണ്. 2022 US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കണക്കുകൾ പ്രകാരം 2023 അനുവദിച്ച 3,86,000 വിസകളിൽ 72% ഇന്ത്യൻ പൗരന്മാർക്കാണ് നൽകിയത്. US സന്ദർശകരുടെ എണ്ണത്തിൽ വലിയൊരു വിഭാഗവും ഇന്ത്യക്കാരാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇറ്റലിയിൽ ഇനി ദീർഘകാല വിസകൾക്ക് ബയോമെട്രിക് നിർബന്ധമാക്കി. അന്തർദേശീയ വിദ്യാർത്ഥികളെ വെട്ടിലാക്കുന്ന പുതിയ നീക്കത്തിന് പച്ചക്കൊടി നൽകിയിരിക്കുകയാണ് ഇറ്റലി. അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ആശങ്കയുടെ കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ് ഇറ്റലി. ഷെങ്കൻ വിസ ഉൾപ്പെടെയുള്ള എല്ലാ ദീർഘകാല വിസകൾക്കും ഇറ്റലിയിൽ ഇനി ബയോമെട്രിക് നിർബന്ധമാക്കിയിരിക്കുകയാണ്. വിസ ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിനായി സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണിത്. നിയമം ഈ മാസം 11 മുതൽ നടപ്പിലാകും. ബയോമെട്രിക് ഡാറ്റ 59 മാസം വരെയാണ് സൂക്ഷിക്കുക. അപേക്ഷകർ അടുത്തുള്ള ഇറ്റാലിയൻ എംബസിയിലോ കോൺസുലേറ്റിലോ നേരിട്ട് ഹാജരായി വിരലടയാളം നൽകണം. തൊഴിൽ, പഠനം, കുടുംബ കൂട്ടായ്മ, നിക്ഷേപ ആവശ്യങ്ങൾ എന്നിവയ്ക്കായി അപേക്ഷിക്കുന്നവർക്ക്
പുതിയ നിയമം പ്രതിസന്ധി സൃഷ്ടിക്കും. മാത്രമല്ല, അപേക്ഷകർക്ക് ഇത് വലിയ ചെലവുണ്ടാക്കുമെന്നും വിലയിരുത്തുന്നു. പ്രവാസികളുടെ മാതാപിതാക്കൾക്കും അവരുടെ അച്ഛനമ്മമാർക്കും വേണ്ടിയുള്ള സ്ഥിരതാമസ സ്പോൺസർഷിപ്പ് അപേക്ഷകൾ താൽക്കാലികമായി നിർത്തി കാനഡ. അപേക്ഷകരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിലാണിത്. കാനഡയിൽ സ്ഥിരതാമസത്തിനായി മാതാപിതാക്കളെയും അവരുടെ അച്ഛനമ്മമാരെയും സ്പോൺസർ ചെയ്യുന്നതിനുള്ള പുതിയ അപേക്ഷകൾ അനുവദിക്കില്ല. പാരന്റ്സ് ആൻഡ് ഗ്രാൻഡ് പേരന്റ്സ് പ്രോഗ്രാം വഴിയുള്ള അപേക്ഷകൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ സ്വീകരിക്കില്ല എന്നാണ് കാനഡ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം സമർപ്പിച്ച ഫാമിലി സ്പോൺസർഷിപ്പ് അപേക്ഷകളിൽ മാത്രമേ തീരുമാനമെടുക്കൂ. ഈ വർഷത്തെ അപേക്ഷകളൊന്നും സ്വീകരിക്കില്ല. ഇതുമായി ബന്ധപ്പെട്ട കാനഡ ഗസറ്റിൽ വിജ്ഞാപനമിറക്കിയിട്ടുണ്ട്. 2025 പരമാവധി 15,000 സ്പോൺസർഷിപ്പ് അപേക്ഷകൾ പ്രോസസ് ചെയ്യാനാണ് ഇമിഗ്രേഷൻ വകുപ്പ് ഉദ്ദേശിക്കുന്നത്. കനേഡിയൻ പൗരന്മാർക്കും സ്ഥിരതാമസക്കാർക്കും രജിസ്റ്റർ ചെയ്ത ഇന്ത്യക്കാർക്കും അവരുടെ മാതാപിതാക്കളെയോ മുത്തശ്ശന്മാരെയോ കനേഡിയൻ സ്ഥിരതാമസത്തിനായി സ്പോൺസർ ചെയ്യാൻ അനുവദിക്കുന്ന പദ്ധതിയാണ് പേരന്റ്സ് ആൻഡ് ഗ്രാൻഡ് പേരന്റ്സ് പ്രോഗ്രാം. മാതാപിതാക്കളെയോ അവരുടെ അച്ഛനമ്മമാരെയോ കാനഡയിൽ കൂടുതൽ കാലം തങ്ങളോടൊപ്പം താമസിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അവർക്കായി സൂപ്പർ വിസയ്ക്ക് അപേക്ഷിക്കാം. സൂപ്പർ വിസ ലഭിച്ചാൽ 5 വർഷം വരെ കാനഡ സന്ദർശിക്കാൻ അനുവദിക്കും. കഴിഞ്ഞ വർഷം നവംബറിൽ ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ പാർലമെന്റിൽ അവതരിപ്പിച്ച വാർഷിക റിപ്പോർട്ട് അനുസരിച്ച് 2023 28,313 പേർ പാരന്റ്സ് ആൻഡ് ഗ്രാൻഡ് പേരന്റ്സ് പ്രോഗ്രാം വഴി കാനഡയിൽ എത്തിയിട്ടുണ്ട്. 2023 അവസാനത്തിൽ 40,000 സ്പോൺസർഷിപ്പ് അപേക്ഷകളാണ് തീർപ്പ് കൽപ്പിക്കാതെ കിടന്നത്. 2024 കണക്കുകൾ കാനഡ പുറത്തുവിട്ടിട്ടില്ല. 2025 കാനഡ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥിരതാമസക്കാരുടെ എണ്ണത്തിൽ 20% കുറവ് വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പേരന്റ്സിനെയും ഗ്രാൻഡ് പേരന്റ്സിനെയും സ്പോൺസർ ചെയ്യുന്നതിനുള്ള പുതിയ അപേക്ഷകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത്. GCC രാജ്യങ്ങളിൽ ജനസംഖ്യ ഉയരുന്നു. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളുടെ വരവും ജനസംഖ്യാ വർധനവിന് ആക്കം കൂട്ടി. GCC രാജ്യങ്ങളിലെ സ്വദേശികളുടെ ജനസംഖ്യ 2023 5.76 കോടിയായി ഉയർന്നതായി റിപ്പോർട്ട്. 2025 5.66 കോടിയായിരുന്ന ജനസംഖ്യയാണ് ഒരൊറ്റ വർഷം കൊണ്ട് വർദ്ധിച്ച് പുതിയ റെക്കോർഡിട്ടിരിക്കുന്നത്. ജനസംഖ്യയിൽ 62.4% പുരുഷന്മാരും 67.6% സ്ത്രീകളുമാണ് GCC രാജ്യങ്ങളിൽ കഴിയുന്നത്. GCC സ്റ്റാറ്റിസ്റ്റിക്കൽ സെന്റർ പുറത്തുവിട്ട 9ാമത് എഡിഷൻ അത്ലറ്റ് ഓഫ് GCC സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഒരു ചതുരശ്ര കിലോമീറ്ററിന് 23.9 എന്നതാണ് GCCയിലെ ജനസാന്ദ്രത. 24 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് GCC രാജ്യങ്ങളുടെ മൊത്തം വിസ്തൃതി. 2023 GCC രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ എണ്ണം 3.31 കോടിയാണ്. പ്രവാസികളുടെ എണ്ണം കൂടിയതും GCC രാജ്യങ്ങളിലെ ജനസംഖ്യാ വർധനവിന് കാരണമായി. മലയാളികൾ ഉൾപ്പെടെ ധാരാളം പേരാണ് ഇവിടെ ജോലിക്കെത്തുന്നത്. 2023 6.81 കോടി ആളുകളാണ് GCC രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. UAE, സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത് എന്നിവയാണ് GCC രാജ്യങ്ങൾ. ഗൾഫ് മേഖലയിലെ ഔദ്യോഗിക വിവരങ്ങളുമായി NRI ഡെസ്ക്. UAEയിൽ പേറ്റന്റ് രജിസ്ട്രേഷനുള്ള സമയം 42 മാസത്തിൽ നിന്ന് 6 മാസമാക്കി കുറച്ചു. പേറ്റന്റ് ഹൈവ് എന്ന പദ്ധതി തയ്യാറാക്കിയാണ് രജിസ്ട്രേഷൻ വേഗത്തിലാക്കുന്നത്. ഏകീകൃത GCC കസ്റ്റംസ് താരിഫ് നടപ്പിലാക്കി ഖത്തർ. കൂടുതൽ കൃത്യതയോടെ ഉൽപ്പന്നത്തിന്റെ സ്ഥിതി വിവരക്കണക്കുകൾ അറിയാൻ പുതിയ താരിഫ് സഹായകമാകും. കുവൈറ്റിൽ പരിഷ്കരിച്ച താമസ കുടിയേറ്റ നിയമം പ്രാബല്യത്തിൽ. നിയമലംഘകർക്ക് 2000 ദിനാർ പിഴ. ഖത്തറിലെ ഇ-കൊമേഴ്സ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിനുള്ള കരട് നിർദ്ദേശത്തിന് ഖത്തർ മന്ത്രിസഭയുടെ അംഗീകാരം. നിക്ഷേപകരെ ആകർഷിക്കാനും ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും നിയമം ഉപകരിക്കും. ഷാർജയിൽ വാഹന രജിസ്ട്രേഷൻ പുതുക്കാൻ ഇനി എളുപ്പമാർഗം. റാഫിദ് ആപ്പിലാണ് പുതിയ സേവനം ആരംഭിച്ചിരിക്കുന്നത്. NRI വേൾഡ് ഡെസ്റ്റിനേഷൻ ഒരു ലോക സഞ്ചാരം. മീൻമുള്ളു പോലെ ഒരു ബീച്ച്, ഒരു വേലിയിറക്ക പ്രതിഭാസം.
NRI വേൾഡിൽ അവസാനമായി ഡിഷസ്. പല നാടുകൾ, പല രുചികൾ. ലോകത്ത് ഏറ്റവും പ്രചാരമുള്ള ഭക്ഷണം ഏതാണ്? ഇതൊരു ഇറ്റാലിയൻ വിഭവമാണ്.